ഈ കൊച്ചി കുണ്ടന്നൂരില് തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസ് അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരമുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തയാളും എറണാകുളത്തെ അഭിഭാഷകനും ഉൾപ്പെടെയാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് വിവരം. ശ്യാമപ്രസാദ് ഉത്തമനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുള്ളത്. ശ്യാം, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചപ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര പേരാണ് പിടിയിലായിരിക്കുന്നത്? എല്ലാവരും വലയിലായിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? അതായത് ഈ പണം ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നടന്ന തട്ടിപ്പാണ്. അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ച ട്രേഡ് ഫണ്ട് എന്ന രീതിയിലായിരുന്നു ഈ തട്ടിപ്പ്. അതായത് ട്രേഡ് ഫണ്ട് ഇരട്ടിച്ച് നൽകാം എന്ന വ്യാജേനെ ഈ സ്റ്റീൽ സ്ഥാപനത്തിന് ഉടമയായ സുബിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ തന്നെയാണ് സുബിനിൽ നിന്ന് ഈ പണം തട്ടിയത് എന്നതാണ് ഇപ്പോൾ നിഗമനം. ഇതിൽ ഒരു അഭിഭാഷകൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അയാളെയും പിടിയിലായിട്ടുണ്ട്. സുനിൽ നരേന്ദ്രൻ എന്നാണ് ഈ അഭിഭാഷകന്റെ പേര്. നിലവിലിപ്പോൾ 7 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. കൂടാതെ 3 പേരെ കൂടി ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് മുഖംമൂടി അണിഞ്ഞെത്തിയ 3 പേരാണ്. അവരെ കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. നിലവിൽ ഈ അറസ്റ്റ് ചെയ്തവരിൽ നിന്നായി 20 ലക്ഷം രൂപ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി തുക മറ്റുള്ളവരുടെ കയ്യിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ അഭിഭാഷകനാണ് ഇതിനകത്തെ മുഖ്യ സൂത്രധാരൻ എന്നുകൂടി വ്യക്തമാകുന്നു. ഇത്തരത്തിൽ ഇവരെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കിയത് ഈ അഭിഭാഷകനാണ് എന്നതുകൂടി വ്യക്തമാകുന്നു. എന്തായാലും നിലവിലിപ്പോൾ 5 പേർ ഇന്നലെ തന്നെ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 7 പേർ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി. ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബാക്കി 3 പേർ, അതായത് മുഖംമൂടി അണിഞ്ഞെത്തിയ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിൽ ഈ പണം തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നില്ല. തൊട്ട് പുറത്തെ CCTVകളും മറ്റും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. കൂടാതെ ഇവരുടെ വാഹനങ്ങളും, അതായത് ഈ പണം തട്ടിയെടുത്ത ശേഷം ഇവർ കടന്നു കളയാൻ ഉപയോഗിച്ച വാഹനങ്ങളും മറ്റും കണ്ടെടുത്തിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ ഈ പണം തട്ടിയ ദിവസം ഈ സുബിനും മറ്റും ഇവിടുത്തെ ജീവനക്കാരും കൂടി ചേർന്ന് സജി എന്നയാളെ പിടിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇയാളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങളും മറ്റും ലഭിച്ചത്. ഇയാളും ഈ അഭിഭാഷകനും തമ്മിൽ കൂടുതൽ തവണ ഫോണിലും മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസിന് വ്യക്തമാകുകയും ചെയ്തു. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും കുറച്ചു പേർ പിടിയിലാകാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.